പിണറായി വിജയൻ രാജിവെക്കൂ, 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 മാഫിയ മുഖ്യൻ രാജിവെക്കൂ, മാഫിയ മുഖ്യൻ രാജിവെക്കൂ. പിണറായി പരമാറി പിണറായി രാജിവെക്കൂ, പുറത്തു പോകൂ. ആകെ ഭരണം രംഗം ആകെ ചീന്തളിച്ച് പോയിരിക്കുകയാണ്. അതിനിടെ നടത്തുന്ന ശക്തമായ ഈ സമര പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KV പോളിനെ ആദരവ് ക്ഷണിച്ചു. ഇന്നും നാളെയുമായി കേരളത്തിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റി ഒരു വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് 5 വർഷം ഒന്നാം പിണറായി ഭരണം, 3 വർഷം രണ്ടാമത്തെ പിണറായിയുടെ ഭരണം, 8 വർഷം കൂടി ആദ്യമായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇന്ന് നാളെയും നടക്കുന്ന പ്രതിഷേധത്തിൽ സുപ്രധാനമായ 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിനോട് പറയാനാണെങ്കിൽ ഒരു 400 കാര്യമെങ്കിലും ഒരുമിച്ച് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ സുപ്രധാനങ്ങളായ 4 കാര്യങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം കേരളമെമ്പാടും നടക്കുന്നത്. ഒന്ന്, ഈ മാഫിയ തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, നമുക്ക് ഓണം അടുക്കുകയാണ്. ഈ ഓണം അടുക്കുമ്പോൾ സാധാരണക്കാർക്ക് സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭിക്കാൻ ഈ ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടണം എന്നതാണ് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഈ ഇന്നും നാളെയും നടക്കുന്ന സമരത്തിൻ്റെ രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ ആവശ്യം, നമുക്ക് കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരികയാണ്. തൃശ്ശൂർ പൂരം കലക്കാൻ BJPയും CPMഉം ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആരോപണം. അത് കോൺഗ്രസ് ഉയർത്തിയ ഒരു രാഷ്ട്രീയ ആരോപണമല്ല. കേരളത്തിൻ്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് 3 വർഷക്കാലമായി ഈ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരായ്മയ്ക്കെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധത്തിൻ്റെ കുന്തമുന ഉയർത്താൻ കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഒരു പ്രവാചകൻ്റെ പ്രവചനം പോലെ ചില കാര്യങ്ങൾ പറഞ്ഞു. ADGPയും MR അജിത് കുമാർ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ വിശ്വസ്തനായ ADGP RSSൻ്റെ നേതാക്കന്മാരെ കണ്ടു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു. RSSൻ്റെ നേതാവ് ദത്തായേത്ര ഹസബോള അദ്ദേഹത്തെ കണ്ടു. അതിനുശേഷം രാം മാധവ് എന്ന് പറയുന്ന RSSൻ്റെ നേതാവിനെ കണ്ടു. പൂരം കലക്കാൻ, തൃശ്ശൂർ പൂരം കലക്കി BJPക്ക് ജയിക്കാനുള്ള അവസരമുണ്ടാക്കാൻ RSSുമായി CPM അതുപോലെ MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഗൂഢാലോചന നടത്തി എന്ന ഗൗരവതരമായ ഒരു ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ആ ആക്ഷേപം നിരാകരിക്കാൻ, അത് നിഷേധിക്കാൻ, അങ്ങനെ ഉണ്ടായില്ല എന്ന് പറയാൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കോ ആർക്കും കഴിഞ്ഞില്ല. ഇന്ന് സ്പീക്കർ പറഞ്ഞിട്ടുള്ളത്, CPMൻ്റെ സ്പീക്കർ പറഞ്ഞത് RSS എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സുപ്രധാന സംഘടനയാണ്. അവരെ കണ്ടാൽ എന്താണ് തെറ്റ്? ഇനിയും കാണുമെന്നാ പറയണേ. ആ രീതിയിൽ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയ ആളുകൾ. അതുപോലെ പോലീസിനെ, പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ചു ഈ ഗവൺമെൻറ് 8 വർഷക്കാലം കൊണ്ട്. അതുകൊണ്ട് ഈ പൂരം കലക്കാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണമുണ്ടാകണം. ഓണക്കാലത്ത് വിപണിയിൽ ഇടപെടാൻ ഈ ഗവൺമെൻറ് തയ്യാറാകണം. അതുപോലെ തന്നെ ഈ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നതോടൊപ്പം തന്നെ പോലീസിലെ ക്രിമിനൽ വൽക്കരണം, MR അജിത് കുമാർ ADGP അദ്ദേഹം പിണറായി വിജയൻ്റെ വലം കൈയായി പ്രവർത്തിക്കുകയാണ്. PV അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷിയുടെ MLA ആണ് ഈ MR അജിത് കുമാറിൻ്റെ രാജി ആവശ്യപ്പെട്ട് നിൽക്കുന്നത്. ആ MR അജിത് കുമാറിൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ട് അയാളെ സംരക്ഷിക്കാനുള്ള നടപടിയുമായി ഈ ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ പോലീസിലെ ക്രിമിനൽ വൽക്കരണം
തടയാനുള്ള നടപടി ഉണ്ടാകണം. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മാഫിയ തലവനായ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് MR അജിത് കുമാറാണ് സ്വപ്ന സുരേഷിന് വഴികാട്ടിയായി കള്ളക്കടത്ത് നടത്താൻ, സ്വർണ്ണക്കടത്ത് നടത്താൻ, ദേശദ്രോഹ പ്രവർത്തനം നടത്താൻ, കറൻസി കടത്ത് നടത്താൻ, നോട്ടിരട്ടിപ്പ് നടത്താൻ, ഹവാല ഇടപാട് നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പിണറായി വിജയന്റെ ഓഫീസ് ദേശവിരുദ്ധ ശക്തികളുടെ താവളമാക്കാൻ കൂട്ടുനിന്ന ആളുകളുടെ രണ്ടാമത്തെ സുപ്രധാനമായ ചുമതല വഹിക്കുന്ന ആളുടെ കാര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി തെളിവ് സഹിതം പുറത്തു വരികയാണ്. ആ സാഹചര്യത്തിലാണ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയും ഒരു പ്രതിപക്ഷത്തിന്റെ ദൗത്യം ഏറ്റെടുക്കാൻ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് രാജി ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ പ്രതിഷേധത്തിനും തുടർന്ന് അങ്ങോട്ടുള്ള ഗവൺമെന്റിനെതിരെയുള്ള സമരപോരാട്ടങ്ങൾക്കും ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്